ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട, അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ 2 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ചാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏലക്ക നന്നായിട്ട് വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറും മൈദയും കൂടെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൈദ മാത്രമായിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ കുറേശ്ശായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. തേങ്ങാപ്പാലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഈ മാവൊന്ന് കലക്കിയെടുക്കാനുള്ള പാലാണ്. ഒരുപാട് കുറുക്കിയിട്ടല്ല, കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് കലക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി മിക്സ് ആക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു പാകത്തിനാണ് ഞാൻ ഇത് കലക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നേന്ത്രപ്പഴം, ഒരു 3 നേന്ത്രപ്പഴം നെയ്യിലൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് വാട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് നേന്ത്രപ്പഴം മാത്രമായിട്ട് വാട്ടിയെടുത്താൽ മതി. നേന്ത്രപ്പഴം വാട്ടിയെടുക്കുന്നൊന്നും കാണിക്കാത്തതാണ് കേട്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിൽ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ നേന്ത്രപ്പഴം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ ഏലക്കാപ്പൊടി ചേർത്തിട്ടില്ല, ഏലക്ക വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി നമ്മൾ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം കലക്കിയെടുത്തിട്ടുള്ള മാവിൽ ഓരോ ബ്രെഡ് പീസസും മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ നട്ട്സൊക്കെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളത്, ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നേന്ത്രപ്പഴം ബ്രെഡൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും. നമ്മളൊന്നെങ്കിൽ ബ്രെഡായിട്ട് അങ്ങനെ കഴിക്കും, അല്ലെങ്കിൽ നേന്ത്രപ്പഴം പഴംപൊരിയായിട്ടോ ഉന്നക്കായായിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഇത് ചൂടോട് കൂടി കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പായിരിക്കും ചൂടോട് കൂടി കഴിക്കുമ്പോൾ. കുറച്ച് സമയം വെച്ചിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാവും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 2 ഭാഗവും നല്ല പോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ബ്രെഡ് മടക്കിയെടുക്കുക. 2 സ്ലൈസായിട്ട് അങ്ങനെ ഒട്ടിച്ചിട്ട് സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ വേണമെങ്കിലും മുറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സമൂസൊക്കെ മടക്കുന്ന പോലെ അങ്ങനെ മടക്കിയിട്ടും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.